ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇന്ന് ഇന്ത്യയും ന്യൂസിലാൻഡുമായിട്ടുള്ള 5th T20 മാച്ച് കിടക്കുകയാണ്. അത് കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. ടിക്കറ്റ് സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഫൈനലി നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കൂട്ടുകാരെ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അവൻ കഴിഞ്ഞ പ്രാവശ്യം പോയി VIP ടിക്കറ്റൊക്കെ വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടൈറ്റായിരുന്നു. പക്ഷേ ഞാൻ നോക്കി ആ പ്രോഗ്രാം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പം എല്ലാം ഫീലും. ഞാൻ മാക്സിമം എല്ലാവരെയും വിളിച്ച് നോക്കി. അങ്ങനെ അവസാനം കിട്ടിയില്ല. പിന്നെ ഇന്ന് ഞാൻ പിന്നെ പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ദൈവദൂതനെ പോലെ ടിക്കറ്റ് ബ്ലാക്കിന് കിട്ടി തുടങ്ങി. അങ്ങനെ നമ്മൾ എടുക്കാൻ പോവാണ്. നീ പവലിയനാണോ? ഞാൻ പവലിയൻ. 2000 എത്ര രൂപ ടിക്കറ്റ് വില? 2200 എന്തൊക്കെയാണ്. നേരത്തെ 1500 കിട്ടുമായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ ആവശ്യമില്ലേ. അപ്പോൾ ഇന്ന് കാണണമല്ലോ, ഇവിടെ കളിയൊന്നും നമ്മൾ കാണണമല്ലോ. സഞ്ജു ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സൈറ്റിലാണ്. പോയി ടിക്കറ്റ് ആദ്യം വാങ്ങിക്കട്ടെ ഗൈസ്. ബൈ, ഹൗ മച്ച്? 250. ഹാർദിക് പാണ്ഡ്യ മീഡിയം. ഇന്ത്യക്ക് ആർക്കെങ്കിലും പരിക്കുപറ്റണ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ജേഴ്സി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ കളത്തിലോട്ട് പോയിട്ട് വരാം. ഫൈനലി ടിക്കറ്റ് കിട്ടി. യഥാർത്ഥത്തിൽ ഈ ടിക്കറ്റിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 1200 രൂപയുള്ളൂ. പക്ഷേ ബ്ലാക്കിലായതുകൊണ്ട് 2200 രൂപ. കുഴപ്പമില്ല, കളി കാണണമെങ്കിൽ പിന്നെ ഇപ്പോൾ ഗതികേടായിപ്പോയില്ലേ, അതുകൊണ്ട് നമ്മളിത് വാങ്ങിച്ചേ പറ്റുള്ളൂ. അനീഷോ നോർമൽ ടിക്കറ്റ് അല്ല, ജേഴ്സി ഒന്നുമില്ലേ? ജേഴ്സി ഇല്ല. കാരണം എല്ലാ അനീഷ് എല്ലാവരും ഇന്ത്യ ജേഴ്സി ഇട്ട് അനീഷ് വെറൈറ്റി അടിക്കും. ക്യാമറ തൂക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടി അങ്ങ് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാണ് നടന്നാണ് പറഞ്ഞത്. തിരിച്ച് പോകുമ്പോൾ ഇല്ലെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് കിടക്കുക ഇത്തിരി ടാസ്ക്കാണ്. പിന്നെ അതുപോലെ തന്നെ വണ്ടി കടത്തി വിടണുണ്ട്, പക്ഷേ പാർക്കിംഗ് സൗകര്യം കുറച്ച് സീനാണ്. അതുകൊണ്ട് കാര്യമായിട്ട് ജംഗ്ഷനിൽ വെച്ചിട്ട് അങ്ങ് പോവുകയാണ് നടന്ന്. ട്രിവാൻഡ്രത്ത് നല്ല പുതിയ അതിഥികളെ കണ്ടെത്തിയിരിക്കുകയാണ്. അവിടെ അയ്യോ അയ്യോ കിട്ടി. ഇന്ന് നീ നിന്റെ ജേഴ്സി ഇട്ടില്ല അളിയാ? ഒരു അൺഎക്സ്പെക്ടഡ് മീറ്റ് ആയി പോയി നമ്മളത്. ആളെ എനിക്ക് ടിക്കറ്റ് കിട്ടില്ല. വൈകിട്ട് അവസാനം ഇരന്ന് പവലിയൻ ടിക്കറ്റ് കിട്ടി. ഏത് കിട്ടി സെറ്റ് 6 രൂപ 2200 രൂപ 1000 രൂപ എക്സ്ട്രാ. ഓക്കെ, അപ്പൊ 3000. കുഴപ്പമില്ല, എന്തായാലും കളിയാണല്ലോ കളി. എന്തായാലും നീ ഇന്ന് ട്രിവാൻഡ്രത്ത് വന്നല്ലേ, അപ്പൊ എന്നാ എനക്ക് ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ജേഴ്സി ഒക്കെ മേടിച്ചിട്ട് ഈകളെ ഫസ്റ്റ് ടൈം അല്ലേ കാണാൻ പറഞ്ഞ? അതെ അതെ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടാമത്തോട്ടാ. ഇതിനു മുമ്പ് ഏത് കളിയാണ്? കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഏതായിരുന്നു മാച്ച്? ആരോടായിരുന്നു? ഇന്ത്യ സൗത്ത് ആഫ്രിക്കയാണോ? സൗത്ത് ആഫ്രിക്കയാന്ന് തോന്നുന്നു ലാസ്റ്റ്. വെസ്റ്റ് ഇൻഡീസാ? 2020 ആണോ? അല്ലല്ലോ. പോയി വിട്ട് കുഴപ്പമില്ല. അപ്പൊ അളി പോയിട്ട് വരാം. പിന്നെ കളിയാ പോയിട്ട്. ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഫുള്ള് ബ്ലൂം ആയിരുന്നു. ഫുൾ ബ്ലൂം ആയ മെൻസ് ടീമിന്റെ പവർ അതാണ്. ഇവിടെ ഒരു കളി വന്നാൽ അങ്ങ് സിറ്റി വരെ ബ്ലോക്ക് ആവും. അതാണ് അവസ്ഥ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ കളിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പക്ഷെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. വീട്ടിൽ TV ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് നിമിഷമാണ് നമുക്ക് ടിക്കറ്റ് സെറ്റായത്. അനീഷ, നിങ്ങൾക്ക് അങ്ങോട്ടാ? അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട്. അപ്പൊ ഇറങ്ങുമ്പോ വിളിയേ. ബോള് പിടിച്ച് സൈൻ ചെയ്ത് ഒരു ഉമ്മ വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ടാറ്റ. ഓക്കെ ഗൈസ്, എനിക്ക് പവലിയൻ F ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, ദോസ സൈഡിലോട്ട്. ഗേറ്റ് 8 കയറാനുള്ള ക്യൂ ആ. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്പർ 63 ആണ്. ഇതാണ് എൻ്റെ വ്യൂ. പൊളി. ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യ. Let's also call the visitors the Blackouts, Team New Zealand!
ജെമിസൺ ഇത് ഹൈറ്റ് ആണ്. സഞ്ജു ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളിക്കുന്നത്. നല്ലപോലെ കളിച്ചാൽ മതിയായിരുന്നു. അഭിഷേക് ശർമ്മയും സഞ്ജു ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഈ ഗ്രീൻഫീൽഡിൽ കളിയാണ് വന്നിട്ടുള്ള സമയത്തെല്ലാം ഇന്ത്യക്ക് വലിയ സ്കോറൊന്നും അടിക്കാൻ പറ്റും, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കളി തുടക്കം തന്നെ അടിയാണ്. അഭിഷേക് ശർമ്മ ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഇനി സഞ്ജു കൂടി അടിച്ചാൽ മതി, ബാക്കി സെറ്റ്. സഞ്ജു ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അഭിഷേക് ശർമ്മ 1 ടച്ച് നിൽക്കുകയാണ്. ഈ ബോളർ 6 അടിച്ചേ. സഞ്ജു ഔട്ടായി. ക്രൗഡ് സൈലൻ്റ് ആയി ആയല്ല ആക്കിയവന്മാർ കാലന്മാർ. ഇങ്ങനെ പോയ വേൾഡ് കപ്പിന് ഒഴിവാക്കുമോ എന്നുള്ളതാണ് ഇപ്പം ഡൗട്ട്. ഈ ബോൾ അടിക്കുന്നത് ഇന്ത്യയുടെ 2 വിക്കറ്റ് പോയി. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനൊരു ചായ മേടിക്കാനായിട്ട് ഇറങ്ങി. സഞ്ജു ഔട്ടായിട്ട് സങ്കടം തോന്നുന്നു. ഞാൻ വന്ന വഴിക്ക് സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷേ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അതിന് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയപ്പോഴും ഞാൻ വിചാരിച്ചു കണ്ടക ശനിയാണെന്ന്. ആറ്റുനോറ്റ് ഗ്രീൻഫീൽഡില് അതെ ഒരു കളി കഴിഞ്ഞ ഇതിനു മുമ്പും സഞ്ജുവിടെ വന്നിട്ട് അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ അവസരം കിട്ടിയ കളിയായിരുന്നു. പക്ഷെ പോയി. സാഡായി നല്ല സാഡായി. പക്ഷെ ബാക്കിയുള്ളവർ നല്ലപോലെ കളിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ നഷ്ടമാകും. അല്ല, ട്രിവാൻഡ്രത്ത് ഒരു കളി വരുമ്പോൾ നമ്മൾ സഞ്ജുവിൻ്റെയും കൂടെ കളി കാണാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്. ഓ പൊളി. ഞാൻ പറഞ്ഞ വഴിക്ക് പറഞ്ഞുകൊണ്ടാണ് വന്നത് സഞ്ജു ഒന്ന് 50 അടിക്കും, ഇത് ബാറ്റൊക്കെ പൊക്കും, അപ്പം നമ്മൾ ചാടി എണീക്കുമെന്ന്. സൂര്യകുമാർ തകർക്കുകയാണ്. ഒരു ലേറ്റായി വന്നപ്പോൾ ലേറ്റായി. പക്ഷെ നല്ല വ്യൂ കേട്ടോ ഇവിടെ. കയ്യകലെടുത്ത് അരക്കടാ. 28 ബോൾ 51 ഇഷാൻ. ഇഷാൻ അടിച്ച് പിരിക്കുകയാണ് കളി.
ഇഷാൻ കിഷൻ അടിച്ച് പിരികയാണ്. ഇങ്ങനെ കളിക്കണമായിരുന്നു. അതെ, പക്ഷെ ഇങ്ങനെ കളിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസന്റെ അവസരം പോകും. ഇഷാൻ കിഷൻ കീപ്പറാണ്, വിക്കറ്റ് കീപ്പറാണ്, ബാറ്റ്സ്മാനാണ്. ഇഷാൻ കിഷൻ 27 ബോൾ 70. അല്ലേ 100. കിട്ടില്ല പറഞ്ഞു, കിട്ടില്ല. ഇഷാൻ കിഷന് നല്ല ഭാഗ്യമുണ്ട് അവിടെ. ക്യാച്ച് വരെ പുറത്ത് വിട്ടിരിക്കുകയാണ്. 200 റൺസ് ഇന്ത്യ അടിച്ചിരിക്കുകയാണ്. ഈ ഇന്റർനാഷണൽ കളിയിൽ വരെ ക്യാച്ച് വിടും. എന്നിട്ട് പാവ അനീഷ് ഒരു ക്യാച്ച് വിട്ടപ്പോൾ എല്ലാവരും കൂടി കളിയാക്കിയാണ്. അനീഷിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ക്യാച്ചൊക്കെ പുറത്ത് വിടപ്പോൾ. ഇനി 4 ഓവറുണ്ടോ? 16 കഴിഞ്ഞു.
ബോൾ തെറ്റി. സഞ്ജുവിന്റെ പെർഫോമിനെ പറ്റി. വാട്ട് ഹാപ്പനിങ് ഫൈനൽ മാച്ച് നമീബിയക്കെതിരെ യുഎസ്എക്കെതിരെ സഞ്ജുവിനെ കളിപ്പിക്കും. വേൾഡ് കപ്പ് ടീമിൽ കാണോ? പറ. രണ്ട് കളി കളിപ്പിക്കാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ രണ്ട് കളി. ഒക്കെ കളിപ്പിക്കുമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താ? അറിയില്ല, എനിക്ക് എന്റെ ഒരു ഇതില് ചാൻസ് പോയെന്നാണ് തോന്നുന്നത്. അല്ല, തിലക് വർമ്മയും കൂടെ വരണമെന്നുണ്ടെങ്കിൽ അതാണ് പ്രതീക്ഷ. അതെ, പക്ഷേ അത് തിളങ്ങനെ ഒരു ബോളിലെ കളിക്കുന്ന ഔട്ടാവുന്നു. ഇനി ന്യൂ ബോൾ കളിക്കുന്നതിന്റെ പ്രശ്നമില്ല, കാരണം ഫസ്റ്റത്തെ ഓവർ തന്നെ ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് ന്യൂ ബോളിന്റെ പ്രശ്നമില്ല. ഒരു ഇതില് സഞ്ജുവിന്റെ അവസരം പോയെന്നാണ്. കാരണം 5 കളി കൊടുത്തിട്ട് കളിച്ചില്ല. സ്വന്തം നാട്ടിൽ കളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണെന്ന്. പ്രഷറുടെ ഭയങ്കര പ്രഷർ, അവരുടെ കളിയാണ് അത് മനസ്സിലായി. പക്ഷെ ഇല്ലാത്ത പൈസ മുടക്കി ടിക്കറ്റ് വാങ്ങിച്ചിട്ട് വന്നു. പക്ഷേ ബാക്കി പ്ലേയേഴ്സ് എന്തോ നടി ഐശാമിഷനെ പ്രാന്ത്. അവന്മാരുടെ ടീമിൽ അവ അടിച്ചു. നീ അത് ആലോചിച്ചു, ബുംറ ഇന്റർനാഷണൽ ബോളേഴ്സിനെ പിടിച്ച് അമ്മാതി വിരണന്മാരെ പിടിച്ച് അടിച്ചു. ന്യൂസിലാൻഡ് ഇന്റർനാഷണൽ അല്ലേ അവന്മാരെ പിടിച്ച്. എന്നാലും ബുംറയുടെ അത്രയുണ്ടാ? ബുംറയുടെ അത്രയും ആ ജെയിംസന്റെ പൊക്കം കണ്ടാ? എന്ത് പൊക്കം അത്! എല്ലാം പൊക്കമുള്ളവരെ 2 ഇഞ്ച് പട്ടിയുടെ കാലി വെച്ച് ഇന്ന് എറിയുകയാണെങ്കിൽ ഇങ്ങനെ ഓ സത്യം. ഫിലിപ്സ് ചാടിയൊക്കെ എടുക്കുന്നവനാണ്. ഈസി ക്യാച്ച്. എന്തായാലും ചാൻസ് ഉണ്ട്. വേൾഡ് കപ്പിൽ കാണുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. അടുത്ത കളി അടിച്ച് അണ്ണാക്കി വെച്ചുകൊടുക്കുമാർ, അത്ര എനിക്ക് പറയാനുള്ളൂ. സാധാരണ നമ്മളിവിടെ കളിയണം വന്നാൽ ചിലപ്പോൾ ശോകം കളിയായിരിക്കും, വലിയ സ്കോർ ഒന്നും വരൂലായിരുന്നു. കഴിഞ്ഞ ന്യൂസിലാൻഡിൻ്റെ കൂടെ വന്നപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് വെറുത്ത് കളി 2 സൈഡും അടി ഉണ്ടായിരുന്നു. അടിച്ച് തൊലച്ചുകള്. ഇന്നത്തെ സത്യം പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടി വരാതിരുന്നതിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മള് ഡിപ്രഷനിലായിപ്പോയി. അതെ, സൂര്യകുമാർ ഒരു എന്റർടൈൻമെന്റ് കളിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഓ ക്ലാസ്. പക്ഷേ ബുംറേനെ പിടിച്ച് അടി വീശ അടിയവന്മാര്. ഇനി പോയിട്ട് അവിടെ പോയി ഹൈലൈറ്റ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ ലൈവായിട്ട് നമ്മളിരുന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഷോട്ടിന്റെ ഒന്നും ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. അതെ, പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ അവിടെ ആണെങ്കിൽ സ്ക്രീനിൽ സ്കോർ എഴുതി കാണിക്കില്ല, ഓവർ എത്രയാണെന്ന് എഴുതി കാണിക്കില്ല. അങ്ങനത്തെ കുറെ പരിപാടി സംഭവം ഉണ്ടായിരുന്നു. നീ അവിടെ ഇരുന്നോണ്ടാണ് കാണാൻ പറ്റാത്തത്, നമുക്ക് കാണാൻ പറ്റി. അതന്നെ പറയാം, നമ്മളിരിക്കുന്ന വ്യൂവിൽ കാണാൻ പറ്റില്ല. കാണാൻ പറ്റൂല. ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കണമെങ്കിൽ എനിക്ക് സ്കോർ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് റിപ്ലൈ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ബോളൊക്കെ പോയിരുന്നാലും നമുക്ക് അറിയാൻ പറ്റും. നല്ല കളിയാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ കളി കാണുമ്പോൾ ഉള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചിക്കും. ഓരോ ഷോട്ട് അടിക്കുമ്പോൾ നമ്മൾ കിടന്ന് വിളിച്ച് തകർക്കാം. അതാണ് വേറൊരു ഉപയോഗം. കളിയൊക്കെ അടിപൊളിയായിരുന്നു. സഞ്ജു വേൾഡ് കപ്പിൽ ചാൻസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്, ലവ് യു ഓൾ.